തകർക്കണേ. ഇവിടുന്ന് പാറ കോറി എടുക്കണം, ഡ്രില്ല് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല കറുത്ത കരിമ്പാറുണ്ട്, നമുക്ക് കാണാം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കൽ ബൈപ്പാസിലാണ്. കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല മാറ്റങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്ത് വർക്ക് വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കുറേ ഭാഗത്ത്. നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള വിശദമായ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ആ ഭാഗത്താണ് അവസാനിപ്പിച്ചത്. അതിൻ്റെ ശേഷമുള്ള കാഴ്ചകളാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് ഇവിടെ ഒരു വയഡക്റ്റാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് വയഡക്റ്റാണ്. ആ വയഡക്റ്റിൻ്റെ മുകളിലൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ഭാഗം നമ്മൾ ഇന്നലെ കാണിച്ച ആ വീഡിയോയിൽ കണ്ട പോലെ ആ ഭാഗത്തുനിന്ന് അങ്ങോട്ടുള്ള ഭാഗത്തുള്ള കുറച്ച് ഭാഗത്ത് അവിടെ 2 പാലം വരുന്നുണ്ട്. ആ പാലത്തിൻ്റെ ഭാഗത്തുള്ള മണ്ണ് ഫില്ല് ചെയ്ത് ആ ഭാഗത്താണ് ഇനി വർക്ക് നടക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ മണ്ണ് ഫില്ല് ചെയ്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ സർവീസ് റോഡിൽ മാത്രമാണ് ഇനി വർക്ക് നടക്കേണ്ടതുള്ളൂ. നമുക്ക് കാണാം, ഇതാണ് സർവീസ് റോഡ് ഉണ്ട് തോണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഹൈവേയിലേക്ക് കയറി വരാനുള്ള ഒരു റോഡ് പോലെ ഉള്ളൊരു ഭാഗമാണ് കാണുന്നത്. ഇവിടെ നല്ല വീതിയിൽ കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പം ഈ റോട്ടിൽ നിന്ന്, ഈ താഴെ ഭാഗത്തുള്ള റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരാനുള്ളതായിരിക്കാം. അതുതന്നെ ചെറുശോല ഭാഗത്തു നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ കയറി വരാനുള്ളതാണ്. കോട്ടക്കലിൻ്റെ ഈ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങോട്ടുള്ള വാഹനങ്ങളൊക്കെ വരുന്ന വാഹനങ്ങൾക്കൊക്കെ ഈ ഹൈവേയിലേക്ക് കയറി വരാനുള്ളൊരു ഭാഗം കൂടെയാണ് ഇത്. അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന്. ഇവിടെ ടാറിങ് കഴിഞ്ഞതിന് ശേഷം ഓടിക്കുന്ന ആ വാഹനം വരെ ഇവിടെ റെഡിയാണ്. അതൊക്കെ ഇവിടെ ഓടിച്ചിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഈ വയഡക്റ്റാണ്. അടിഭാഗത്തേക്ക് ഒരു ചെറിയ പാലം പോലെ അങ്ങോട്ടാണ്. കുറച്ച് ഭാഗത്ത് ഇതിൽ തന്നെ ചില ഭാഗത്തൊക്കെ മണ്ണ് നിറച്ചതുകൊണ്ട്, ചില ഭാഗത്തൊക്കെ പാലം പോലെയാണ്. അങ്ങനെയാണ്, രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് ഇവിടുത്തെ ഒരു രീതിയിലാണ്. അങ്ങനെയാണ്. കാരണം ഒരു സൈഡിൽ പാറയാണ്, ഒരു സൈഡിൽ ഒരു കുഴിയായ ഒരു ഭാഗമായിരുന്നു. അപ്പോൾ പാറയുള്ള ഭാഗത്തൊക്കെ പൊട്ടിച്ച് അവർ അങ്ങനെ നിരപ്പാക്കി എടുത്തുകയാണ്. മറ്റുള്ള ഭാഗത്ത് പാലവും വയഡക്റ്റ് പാലവുമാണ് വന്നിട്ടുള്ളത്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഇവിടെ നല്ല രീതിയിൽ ഒരു ഇതിനെ മുകളിൽ സിമൻറ്റ് കൊണ്ട് ഒന്ന് ഗ്രൗട്ടടിച്ച് ഒന്ന് ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്. നല്ല വൃത്തിയാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ സൈഡിൽ ഇതുപോലൊരു സർവീസ് റോഡുണ്ട്. സർവീസ് റോഡ്, ചെറിയൊരു സർവീസ് റോഡ് കാണാം. അത് അവിടെ പോയിട്ട് അവസാനിക്കുന്ന പോലെ തോന്നുന്നത്. വലിയ പിന്നെ അതിൻ്റെ ഒരു ബാക്കിയൊന്നും കാണുന്നില്ല. ഇവിടെ ലൈറ്റിനൊക്കെ ഉള്ള ഭാഗമൊക്കെ വിട്ടിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ട് വളരെ ദൂരത്തേക്ക് ഇവിടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ വരാനുള്ള ഈ ക്രാഷ് ബാരിയർ മാത്രമാണ്. അവിടെ അങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അങ്ങോട്ട് ചെനക്കൽ ഭാഗത്തൊക്കെയാണ് പോകാനുള്ളത്. ആ ഭാഗത്ത് ഒരു വലിയ ഒരു ഓവർപാസ് വരുന്നുണ്ട് ചെനക്കൽ ഭാഗത്ത്. അതിൻ്റെ സൈഡിൽ 2 ഭാഗത്തും വലിയൊരു കുന്നുപോലുള്ള ഭാഗമാണ്. അതൊക്കെ വെട്ടി എടുത്തതിന് ശേഷമാണ് അതിലെ റോഡ് കടന്നു പോകുന്നത്. വളരെ സ്ട്രൈറ്റായിട്ട് നമുക്കിപ്പോൾ അങ്ങോട്ട് കാണാൻ പറ്റും. വളരെ ദൂരം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ മുമ്പ് ഇവിടുന്ന് പോയ പ്രവാസികൾക്കൊന്നും നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. അത്രക്കും വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത് നമ്മുടെ കോട്ടക്കൽ ബൈപ്പാസിൽ. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് എന്താ പറഞ്ഞാൽ, അവിടെ കുറച്ച് ഭാഗത്ത് പൊങ്ങിയിരുന്ന ഭാഗത്തൊക്കെ ഫിനിഷിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ലെവൽ ചെയ്യണം. അതിൻ്റെ ഭാഗമാണ് ഇവിടെ ഈ കമ്പിയൊക്കെ പ്രത്യേക ഒരു കമ്പിയൊക്കെ കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ച് ജോയിൻറ്റ് ചെയ്യാനുള്ള വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം ജോയിൻറ്റ് ചെയ്യാനുള്ള ഇത് ഫിക്സ്ഡ് ക്രാഷ് ബാരിയർ അല്ല, ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണ്. അതിൻ്റെ ശേഷമുള്ള ഇത് എല്ലാം ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ നമുക്ക് കാണാം ഈ ഗ്യാപ്പുകളിലൊക്കെ ഇവർ സിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഇവിടുന്ന് അങ്ങോട്ടാണ് ഈ വയഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വയഡക്റ്റിൻ്റെ മുകളിലൊക്കെ ജോയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇവിടെയൊക്കെ അതാ ജോയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ അതാ പൊട്ടിച്ചിട്ട് റോഡ്
പഴയ റോഡ് പൊട്ടിച്ചത് ഭാഗം പുതിയതും കൂടെ ജോയിൻറ്റ് ചെയ്യുന്നൊരു വർക്കൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം കട്ട് ചെയ്ത് വെച്ചത് കറക്റ്റ് ഭാഗത്ത് കട്ട് ചെയ്ത് ഇതാണ് മാർക്കൊക്കെ ചെയ്ത് കറക്റ്റ് ഭാഗത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ വാട്ടർ പ്രൂഫിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി ക്രാഷ് ബാരിയർ വെക്കാനുള്ളൂ. അപ്പോൾ ഇത് കോട്ടക്കൽ ബൈപ്പാസിൽ വലിയൊരു മാറ്റം തന്നെയാണ്. വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കിതിൻ്റെ ആദ്യഭാഗത്തൊക്കെ ഒന്ന് പോയിട്ട് മുന്നോട്ട് പോയി നോക്കാം, ആ ഭാഗത്തൊക്കെ പോയി നോക്കാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പാലത്തിൻ്റെ അടിഭാഗത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. അടിഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണുന്ന ഒരു തോടുണ്ട് ഈ സൈഡിൽ. ഈ തോട്ടിലൂടെയൊക്കെ വെള്ളം ഒഴുകി പോകുന്നത് കാണാം നമുക്ക്. ഇവിടെ കുറേ മണ്ണ് കൂട്ടിയിട്ട കാഴ്ചയാണ് കാണുന്നത്. ഇതാണ് നമ്മുടെ സ്വാഗതമാട് ഭാഗത്തുനിന്ന് വരുന്ന ഒരു റോഡാണിത്. സ്വാഗതമാട് ഭാഗത്തുനിന്ന് വരുന്ന അതിൻ്റെ കുറുകെയാണ് ഈ ഹൈവേ കടന്നു പോകുന്നത്. ഇതാണ് വാഹനങ്ങളൊക്കെ വരുന്നത് കാണാം നമുക്ക്. അങ്ങനെ വന്ന് ഈ പാലം ഇവിടെ കാണാം. നമുക്ക് വയഡക്റ്റ് നല്ല നീളത്തിൽ ഇവിടെ അങ്ങനെ കടന്നു പോകുന്നത് കാണാം. ഇതിൻ്റെ കുറുകായിട്ട് പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ ഭാഗത്ത് അടിയിലാണ് ഈ മണ്ണ് കൂട്ടിയിട്ട് കാണാം നമുക്ക്. നല്ലൊരു അടിപൊളി കാഴ്ച തന്നെയാണ് പാലത്തിൻ്റെ അടിഭാഗം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. മുകൾ ഭാഗമൊക്കെ ഇപ്പോൾ ടാർ ചെയ്തത് നമ്മൾ കണ്ടു. അപ്പോൾ ഇതാണ് ഈ അടിഭാഗം. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. ഇതാണ് ചെറുശോല ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം. സ്റ്റോക്ക് ചെയ്ത മണ്ണാണ് നമ്മുടെ ഹൈവേൻ്റെ മുന്നിൽ ഭാഗത്ത്. നമ്മൾ നേരത്തെയൊക്കെ ഫസ്റ്റ് ഭാഗത്ത് കണ്ട അങ്ങോട്ടാണ് ഈ മണ്ണുകളൊക്കെ കൊണ്ടുകൊണ്ട് അവിടെ ഫില്ല് ചെയ്യാൻ. ഈ പാലത്തിൻ്റെ അടിഭാഗത്ത് ഫില്ല് ഇങ്ങനെ കൂട്ടി വെച്ച മണ്ണുകളുണ്ടായിരുന്നു. ആ മണ്ണാണ് ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി നിറക്കുന്നുണ്ട്. ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് ഇപ്പം നമ്മൾ അവിടുന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. മുന്നോട്ട് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താ പറഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഇവിടെ അടിഭാഗത്ത് ഇളകി കിടക്കുന്ന ഈ കരിങ്കല്ല് ഭാഗം പോലെയുള്ള മണ്ണ് ഭാഗത്തൊക്കെ കരിങ്കല്ലൊക്കെ പതിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടിട്ട് കാണാം. ആ ഭാഗത്തൊക്കെ കരിങ്കല്ല് പതിച്ചിരിക്കുകയാണ്. ഇവിടെ സർവീസ് റോഡ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ മണ്ണ് ഇളകി കിടക്കുന്നത് കാണാം. കരിങ്കല്ലൊക്കെ പൊട്ടിച്ച് അതുപോലെ കിട്ടത് കാണാം. ഇവിടെ അടിഭാഗത്തൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്ത ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. സൈഡ് ഭാഗങ്ങളിൽ വരുന്ന ഭാഗത്ത് കട്ട ആ സൈഡിൽ പറഞ്ഞ പാലം ഇല്ല, ഒരു സൈഡിൽ പാലമുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് മിക്സാണ് ചെയ്തിട്ടുള്ളത്. രണ്ടും കൂടി ഇങ്ങനെ മിക്സായി പോലെയാണ്. കുറച്ച് ഭാഗം അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ പാലം ഉണ്ടാവില്ല, പിന്നെ മണ്ണിട്ട് കട്ട വെച്ച് പൊക്കിയ പോലെയാണ്. അതുപോലെയാണ് അവിടെ ആ ഭാഗത്ത് നമുക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല നിങ്ങൾക്ക് ക്ലിയർ. മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് അടിഭാഗത്ത്
കട്ട വെച്ചാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് പാലുള്ളത്. ഈ ഭാഗത്താണ് വെള്ളം ഒഴുകി വരുന്ന ഒരു ഭാഗമാണ് തോന്നുന്നുണ്ട്. ഇവിടെ ഒരു അണ്ടർപാസോ എന്തോ ഇവിടെ കാണുന്നുണ്ട്, കോൺക്രീറ്റ് ചെയ്ത് ഒരു തോട് പോലെ എന്തോന്നാണ് തോന്നുന്നത്. വെള്ളം ഒഴുകി വരാനുള്ള ഒരു ഡ്രൈനേജ് ഉണ്ട് ഇവിടെ, അതിൻ്റെ ഭാഗത്താണത്. ഇവിടെ കണ്ടില്ല, ഇവിടെ ഇങ്ങനെ ചെരിച്ച് വളച്ചൊക്കെ പടുത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല സ്പീഡിൽ വരുന്ന ഒരു ഭാഗമായിരിക്കും ചിലപ്പം. കാണാം. ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കാം ഇവിടെ സർവീസ് റോഡ് ഉണ്ടാക്കുക. ഇവിടെ നല്ല ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ കാണാം, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവിടെ ഇനി മണ്ണ് ഫില്ല് ചെയ്തതിൻ്റെ ശേഷം ടാറിങ്ങും മറ്റുള്ള വർക്കുകളൊക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെയാണ് ഇവിടെയുള്ള കാഴ്ചകൾ. ഇനി മുകൾ ഭാഗത്തൊന്ന് പോയി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ട് അവസാനിപ്പിക്കാം. ഇപ്പം നമ്മൾ വയഡക്റ്റിൻ്റെ മുകളിൽ വന്നിട്ടുണ്ട്. വയഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഭാഗമാണ് ഇവിടെ. ഇവിടുന്ന് അങ്ങോട്ടാണ് മണ്ണ് ലെവൽ ചെയ്തുകൊണ്ടുള്ള വർക്ക്. നമുക്ക് കാണാം അവിടെ നല്ല രീതിയിലുള്ള വർക്ക് നടക്കുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ കുറച്ച് പാറയാണ്, ആ പാറകളൊക്കെ പൊട്ടിച്ച് മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തൊക്കെയോ മെഷീനറികൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അവിടെ ഫുൾ കറുത്ത ഒരു കരിമ്പാറ എന്ന് പറയുന്ന ആ പാറയാണ് ഉള്ളത്. അപ്പോൾ അതാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മണ്ണ് മാറ്റുന്നുണ്ട്, പാറ പൊട്ടിക്കുന്നുണ്ട്, എല്ലാ വർക്കും അവിടെ നടക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് അവിടുന്ന് വരുന്ന ഡ്രൈനേജിലെ വെള്ളം ഈ ഭാഗത്തേക്കാണ് വരുന്നത് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സെൻറ്റർ ഭാഗത്തേക്ക് ഇവിടെ ഒരു ഡ്രൈനേജും ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വർക്കുള്ളത്. മണ്ണ് പൊട്ടിച്ചെടുക്കുന്നത്, പാറ പൊട്ടിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്ന നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. അവിടെയാണ് തകർക്കണേ. ഇവിടുന്ന് പാറ കോറി എടുക്കണ, അപ്പുറത്ത് ഡ്രില്ല് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ നല്ല കറുത്ത കരിമ്പാറയാണ് കേട്ടോ. കരിമ്പാറ എന്നാണ് നമ്മളവിടെയൊക്കെ ഉള്ളവർ പറയുക. അതുകൊണ്ട് പറഞ്ഞാൽ അവിടെ കുറച്ച് ഭാഗത്തൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ടാണ് പോകുന്നത്. ഈ ഭാഗത്ത് പാറ പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം.
നിന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇപ്പുറത്തേക്ക്. ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഡ്രില്ല് മെഷീൻ ഉപയോഗിച്ച് ഹോളുകൾ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ വെടിമരുന്ന് നിറക്കണം. അങ്ങനെ എന്തോ ചെയ്തിട്ട് ഇത് പൊട്ടിത്തെറിക്കില്ല, അങ്ങനെ ജർക്കിംഗ് ആയി നിൽക്കുന്ന ഒരു രീതിയിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ ശേഷമാണ് പാറ JCB ഉപയോഗിച്ച് എടുത്ത് മാറ്റേണ്ടത്. അപ്പോൾ ഇവിടെ നല്ല ഹൈറ്റ് ഉണ്ട്, നമുക്ക് കണ്ടാലറിയാം. ഭയങ്കര താഴ്ചയിലേക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കുന്നായിരുന്നു, ആ കുന്നൊക്കെ വെട്ടി മാറ്റി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് ടാറിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ചെനക്കൽ ഭാഗത്തേക്ക് എത്താറാകുമ്പോഴുള്ള ഒരു ഓവർ പാസ്. ഇതും നമ്മുടെ സ്വാഗതമാട് ഭാഗത്തേക്ക് പോകുന്ന ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതിലൊരു ചെറിയൊരു മാറ്റമുണ്ട്. എന്താ പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഹൈറ്റ് കൂട്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു വാള് കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇത് ചെറുതായി വരുന്നുണ്ട്, നമുക്ക് കാണാം. ഇവിടെ നിന്നൊക്കെ ഈ മണ്ണാണ് എടുത്ത് മാറ്റാനുള്ളത്. ഈ ഭാഗത്ത് കണ്ടറിയാം, നല്ല ചുവന്ന മണ്ണാണ് കാണുന്നത്. അതൊക്കെ പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റും തോന്നുന്നു. ഇവിടെയൊക്കെ ഇത്രയും ഹൈറ്റിൽ നിന്ന് വന്നതിൻ്റെ ശേഷം ആയതുകൊണ്ടായിരിക്കാം അറിയില്ല, ഇവിടെ നല്ല വെള്ളമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ കിണർ കുഴിച്ച പോലെയൊക്കെയാണ്, അത്ര ആഴത്തിലാണ് അവിടെ ഹൈവേ കടന്നു പോകുന്നത്. പല ഭാഗത്തും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി മഴക്കാലം ആയാലും അറിയാം നമുക്ക് ഇതിൻ്റെ എന്താണ് ഭവിഷ്യത്തുകളൊക്കെ എന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഇനി അധികം ഒന്നുമില്ല, അങ്ങോട്ട് പോയാൽ ചെനക്കൽ ഹൈവേയിലേക്ക് എത്തി, പഴയ ഹൈവേയിലേക്ക് എത്തി. അപ്പോൾ കോട്ടക്കൽ ബൈപ്പാസ് അവസാനിക്കുകയാണ്. അതാ പോകുന്നത് ബസ്സൊക്കെ, ബസ് പോയി. അപ്പോൾ അതാണ് നമ്മുടെ പഴയ ഹൈവേ, വാഹനങ്ങളൊക്കെ അതിൽ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകൾ ചെനക്കൽ മുതൽ രണ്ടത്താണി ഭാഗങ്ങളിലേക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ചകൾ. കോട്ടക്കൽ ബൈപ്പാസ് അവസാനിക്കുന്നവരെ ഇപ്പോൾ നമ്മൾ കാണിച്ചു. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് മമ്മാലിപ്പടി എഡ്രിക്കോട് ഭാഗത്തു നിന്നാണ് തുടങ്ങിയത്. അതിൻ്റെ ശേഷം ഒരു വീഡിയോ അവസാനിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ അതിൻ്റെ പകുതി ഭാഗത്തു നിന്ന് തുടങ്ങിയതാണ്. ഇപ്പോൾ അവസാനിക്കുന്നത് ഈ ഭാഗത്താണ്, നമ്മുടെ ചെനക്കൽ ഭാഗത്ത്. അപ്പോൾ ചെനക്കൽ ഭാഗം വരെയുള്ള അവിടെ വരെ പോയിട്ട് നമ്മൾ നിർത്താം. അപ്പോൾ അതുവരേക്കും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.